ഒരാഴ്ചയിൽ ഈ വേദഭാഗം ഒന്ന് തുറന്നു വന്നപ്പോൾ സമയം അങ്ങ് പെട്ടെന്ന് ഓടിപ്പോയി. അതൊക്കെ ഒന്ന് തൊട്ടു പോകണമെന്ന് താല്പര്യമുണ്ട്. എല്ലാം ഒരുമിച്ച് വന്നാലാണ് അല്പം കൂടെ, പക്ഷെ ഇന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എവിടെയാണോ കർത്താവ് നിർത്തുന്നത് അവിടെ നിർത്താനായിട്ട് താല്പര്യപ്പെടുന്നു. കാര്യം വ്യക്തതയോടെ ഈ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയത് നിങ്ങളോട് സംസാരിക്കപ്പെടേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യപ്പെടത്തക്ക രീതിയിൽ എത്തേണ്ടതിനായിട്ട് വളരെ സാവധാനത്തിൽ ഈ ശുശ്രൂഷയെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ലേഖനം വായിക്കുന്നത് എന്തായിരിക്കും, നല്ലതായിരിക്കും. ഈ ലേഖനം വായിച്ചാൽ പുതുതാകും, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ഈ ലേഖനം വായിച്ചാൽ പുതുതാകും. അതിൻ്റെ പറയാനുള്ള കാരണം ഈ ലേഖനത്തിൻ്റെ വെളിപ്പാടുകൾ അത്ര കനമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പുതുതാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് താഴെ പോയി അവലക്ഷണം കാണിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള കാരണം ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെ, ദൈവത്തിൻ്റെ ആ വലിയ മഹത്വത്തെ, ആ ഗ്ലോറിയെ, ദൈവത്തിൻ്റെ ദിവ്യത്വത്തെ, ആ ദൈവത്വത്തെ മനുഷ്യൻ ചെറുതാക്കി. ആമേൻ, ഹല്ലേലൂയ. ഈ ലേഖനത്തിന്റെ 1-ാം അധ്യായം പറയുന്നത് തന്നെ നമ്മളെ ഒരു മനുഷ്യനെ നോക്കിയാലോ നമ്മുടെ പ്രകൃതിയെ നോക്കിയാലോ ഒരു മനുഷ്യന്റെയും സപ്പോർട്ട് കൂടാതെ നമുക്കറിയാൻ പറ്റും ഇതിന്റെ പിറകിൽ ഒരു കാരണക്കാരനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രകൃതിയെല്ലാം അതിന്റെ നിയമങ്ങൾക്കകത്തൂടെ ഓടുന്നതിന്റെ പിന്നിലെ കാരണം നമ്മുടെ ഭൂമി അതിന്റെ അച്ചുതണ്ടി കറങ്ങുന്നൊക്കെ പറയുമ്പോൾ പഠിച്ച പിള്ളേർക്ക് അറിയാം. ആമേൻ, അതിന്റെ റൂട്ടിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആമേൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചൂട് കൂടി നമ്മൾ ചത്തുപോകും, അല്ലെങ്കിൽ തണുപ്പ് കൂടി ചത്തുപോകും. അന്നേരം ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ മതി, അന്നേരം ഐസ് കട്ടയായി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ യാത്ര ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ ആവശ്യത്തിന് ചൂടും ആവശ്യത്തിന് തണുപ്പും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് മഴയെല്ലാം കിട്ടി നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതിൻ്റെ പിന്നിൽ ഇതിനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ അല്പം കൂടെ പറഞ്ഞാൽ എല്ലാ ദിവസവും പരിപാലിക്കുക എന്നുള്ള എൻ്റെ അർത്ഥം അതതിൻ്റെ നിയമത്തിൽ തന്നെ അനുസരണയോടെ നിൽക്കാൻ പറ്റുന്ന ഒരു കാരണക്കാരൻ അതിൻ്റെ പിറകിൽ നിൽപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു വന്ന കാര്യം, ഹല്ലേലൂയ, ലോക സൃഷ്ടിയിൽ നോക്കിയാൽ ഒരു മനുഷ്യനോടും ഹല്ലേലൂയ പോയി സഹായം ചോദിക്കാതെ അവന് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറ്റുന്നത്? ഹല്ലേലൂയ, ഇതിന്റെ പിറകിൽ ഒരു ദൈവം നിൽപ്പുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്ര നല്ല അവസ്ഥകൾ നൽകിയ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. നമ്മൾ ഈ നന്ദി പറയുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് എൻ്റെ അകത്തേക്ക് വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ആരും നോക്കി പ്രവചിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. അതിനുള്ളൊരു സംഭവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനായിട്ടുള്ള ഒരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വന്തമായി ഹല്ലേലൂയ ആത്മാവിൽ പ്രഖ്യാപിച്ച് ലൈഫിനെ തിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്വന്തം ഭാവിയെ നോക്കി കരയുന്നവരല്ല, സ്വന്തം പ്രശ്നങ്ങളെ നോക്കി കരയുന്നവരല്ല വിശ്വാസികൾ. ഹല്ലേലൂയ. സ്വന്തം ഭാവിയെ നോക്കി പ്രവചിക്കുന്നവരായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. യോർദാൻ എന്ന മരണനദി എന്ന് പറയുന്നതിന് ഹല്ലേലൂയ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കൊയ്ത്ത് കാലത്തൊക്കെ ഇത് കരകവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. ആ നദി നമ്മോട് പറയുന്നത് അറിഞ്ഞ ഒരാശയമുണ്ട്, കൊയ്ത്തൊക്കെ ആയിക്കോ, പക്ഷെ ഞാൻ കൊയ്യാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. കൊയ്യാൻ സമ്മതിക്കുന്നതിന് മുമ്പ് കീറി മൊത്തം നശിപ്പിച്ച് കയറും. പക്ഷെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഇറങ്ങുമ്പോൾ പറയാണ് ഹല്ലേലൂയ, കരയിലോട്ട് അവൻ കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ ഹല്ലേലൂയ ആ നദിയെ കരയാക്കുന്ന ചവിട്ടാൻ ഞാനിന്ന് ബഹളമൊന്നും വെക്കത്തില്ല, ഇനി ഇങ്ങനെ പറയത്തുള്ളൂ. ഹല്ലേലൂയ. നീ ചവിട്ടുന്നത് നിനക്ക് വിരോധമായി ചലിച്ചതിനെ ചവിട്ടിത്താക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അഭിഷേകം നിന്റെ അകത്ത് വസിക്കുന്നുണ്ട് എന്നുള്ള തികഞ്ഞ ബോധ്യം നിങ്ങളുടെ അകത്ത് വസിക്കണം. ഹല്ലേലൂയ. കരയിൽ വെളിപ്പെട്ട ആ ഹാർവസ്റ്റിനെ ഹല്ലേലൂയ ഈ മരണത്തിന്റെ നദി മുക്കുമ്പോൾ
ഹല്ലേലൂയ, ഈ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക് കൊടുത്ത നിയോഗമാണ്. ഹല്ലേലൂയ, ഈ നദി മാറുകയല്ല, നദിയെ മാറ്റിക്കോണം. നദി എന്താ? മാറുകയല്ല, നദിയെ മാറ്റിക്കോണം. കാരണം നീ ഇന്നലെ മുക്കിക്കൊന്ന അതേ ആളൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ നിന്റെ തോളിൽ ഒരാൾ ഇരിപ്പുണ്ട്, അത് യഹോവയുടെ പെട്ടകമാണ്. ഈ പെട്ടകം യേശുക്രിസ്തുവിനെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ന് പകല് മഹത്വത്തിന്റെ പ്രത്യാശയായ പെട്ടകത്തെ നിന്റെ അകത്ത് ചുമക്കുന്ന ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗം നിന്റെ പ്രതിസന്ധിയുടെ മേൽ കാൽ വെക്കുമ്പോൾ ആ പ്രതിസന്ധി രണ്ടായിട്ട് വിഭജിക്കണം. കരമടിച്ച് ആ ദൂതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചന കേൾവിയിലേക്ക് കയറി വാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഈ വചനത്തോട് പ്രതികരിച്ചോണം. ഹല്ലേലൂയ. നിന്റെ കാലുകൾ ചിലതിനെ മുറിച്ചു മാറ്റും. ഇന്നലകളിൽ നിന്നെ കൊല്ലുമെന്ന് നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ചിലതിനെ കൊന്നുകളഞ്ഞ നദിയെ ഇന്ന് രാത്രിയിൽ ഇന്ന് പകലിൽ അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുക. ഒരിക്കൽ പ്രവാചക അഭിഷേകമുള്ള ഒരു അഭിഷിക്തൻ ആ നദിയെ അടിച്ചു. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ അതിനെ അടിക്കാനുള്ള ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, കൊല്ലുമെന്നും നിന്റെ നന്മയെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞ നദിക്കകത്താണ് യേശുക്രിസ്തു മുങ്ങിപ്പൊങ്ങി സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാവോ? അതൊരു തെളിവാണ്. ഹല്ലേലൂയ, അതൊരു തെളിവാണ്. മുങ്ങിപ്പൊങ്ങുമ്പോഴേ കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, പിതാവിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകല് ഹല്ലേലൂയ, ആ പുത്രന് ചെവി കൊടുക്കുന്ന ദൈവമക്കളോട് എനിക്കൊരു ദൈവശബ്ദമുണ്ട്. ഹല്ലേലൂയ. അവൻ ജയിച്ച നദിയാണ് യോർദാൻ. അവൻ ജയിച്ച നദിയാണ് യോർദാൻ. ഹല്ലേലൂയ. ഇന്ന് സകല മരണശക്തികളെയും ആത്മാവിൽ ഞാൻ വചന വെളിപ്പാടിൽ വെട്ടുകയാണ്. ഹല്ലേലൂയ. മരണക്കുരുക്കുകൾ അഴിയട്ടെ, മരണശക്തികൾ അഴിയട്ടെ, മരണത്തിൻ്റെ പാശങ്ങൾ അഴിയട്ടെ. മരിക്കുമെന്ന് തോന്നിക്കുന്ന വിചാരപ്പെടുന്ന വിഷയങ്ങൾ ഈ വചന വെളിപ്പാടിന് മുമ്പിൽ യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ച ദൂതിനെ നന്നായി സ്വീകരിക്കുക. ഇത് കേൾക്കുന്ന ആരുടെയോ ലൈഫിനകത്തെ മരണക്കുരുക്കുകളെ ദൈവം അഴിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ ചെറുതാക്കരുത്, ദൈവത്തെ ചെറുതാക്കരുത് എന്ന് പറ. അടുത്തേക്ക് നാളെ ഒന്ന് നോക്കിയിട്ട് പറ. ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ചെറുതായി കാണരുത്. ഹല്ലേലൂയ. ആമേൻ. അതാ പറഞ്ഞേ, പുതുതാക്കാൻ പറ്റുന്ന വെളിപ്പാടുകളെ. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റിയല്ല. ഞാൻ ഈ പുസ്തകത്തിനകത്തേക്ക് ഒന്നുകൂടെ രണ്ടുമൂന്ന് കാര്യങ്ങള്, 1-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് കാണുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പദമാണ്. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻ വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ഹല്ലേലൂയ. 1-2 വാക്യത്തിലൂടെ അപ്പോസ്തലൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. പക്ഷേ വെളിപ്പെടുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ എഴുത്തുകാരനായ അപ്പോസ്തലനാകുന്ന പൗലോസിനെയാണ് ഈ എഴുത്ത് ഞാൻ എഴുതിയതാണ് എന്ന് വെളിപ്പെടുത്തുക. പക്ഷെ ആ ഒറ്റ വാക്കിനകത്തൂടെ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവും, ഒറ്റ വാക്യത്തിനകത്ത് ദൈവത്തിന്റെ പുത്രനായ കർത്താവിനെയും നമ്മുടെ ഹല്ലേലൂയ പുത്രനായ യേശുവിനെയും നമ്മുടെ കർത്താവായ യേശുവിനെയും ഒരുമിച്ച് ഒരു വാക്കിനകത്ത് വെളിപ്പെടുത്തുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ പുത്രനും നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവുമായിട്ട് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളല്ല വെളിപ്പെടേണ്ടത്, കർത്താവ് വെളിപ്പെടണം. പൗലോസ് പറയുകയാണ്, അവനെ ഉന്നിൽ വെളിപ്പെടുത്താൻ പിതാവിന് ഇഷ്ടം തോന്നിയപ്പോൾ
ജഡരക്തങ്ങളോട് ചോദിക്കാതെ ഈ മനുഷ്യൻ അറേബ്യൻ മരുഭൂമിയിൽ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ ഇറങ്ങി നിന്ന പട്ടണങ്ങൾക്കകത്ത് പൗലോസ് മാറി യേശു വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ബലഹീനനായ പത്രോസ് മാറാൻ തുടങ്ങി, യേശു വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ പത്രോസുമാരോട്, ഈ കാലഘട്ടത്തിലെ യോഹന്നാന്മാരോട്, ഈ കാലഘട്ടത്തിലെ മറിയമാരോട് ഇന്ന് രാവിലെ എനിക്കൊരു സന്ദേശമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ചർച്ചിൽ, ഹല്ലേലൂയ, നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളല്ല വെളിപ്പെടേണ്ടത്, നിങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ വെളിപ്പെട്ടാൽ ചിലപ്പോൾ പ്രശ്നമായിരിക്കാം, നിങ്ങൾ വെളിപ്പെട്ടപ്പോൾ പ്രതികൂലമായിരിക്കാം. ഇന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിന്നിലൂടെ അവൻ പുറത്തു വന്നാൽ, അവനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ നിന്റെ മുമ്പിലെ പ്രതിസന്ധികളെല്ലാം അഴിഞ്ഞു മാറും. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് നിനക്ക് വിചാരമില്ലയോ? അതിൽ തണ്ട് വലിച്ചു വലഞ്ഞു എന്നാ കാണുന്നത്. ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പ് തുഴയാൻ കഴിയാത്ത രീതിയിൽ അവർ ശരീരത്തിൽ വിഷമം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഇനി ചത്താലും വേണ്ട, ഞങ്ങൾ യേശുവിനെ ഉണർത്താൻ പോകുകയാണ്. ഇന്ന് ആ ഒരു ഡിസിഷൻ വേണം. ഹല്ലേലൂയ. ജീവിച്ചാലും ചത്താലും കർത്താവ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകല് പത്രോസ്, ഹല്ലേലൂയ, ആ ധൈര്യം പ്രഖ്യാപിക്കുമ്പോൾ യേശു ആ വാക്കുകളെ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ അതുവരെ ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്ന പടകിനെ, ഹല്ലേലൂയ, ഇളക്കിയ, കരയെ, ഹല്ലേലൂയ, ഇളക്കി, കടലിനെ ഇളക്കിയ, ഹല്ലേലൂയ, ആ കാറ്റിനെയും തിരമാലയും യേശു നിർത്തൽ ചെയ്തു. ഇന്ന് രാവിലെ ഈ ദൂതാണെന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ചിലരുടെ മനസ്സിനെ, പ്രശ്നത്തെ, വീടിനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഇളക്കി മറിക്കുന്ന ഇത്തരം കാറ്റുകളെ ഇന്ന് ഞാൻ ആത്മാവിൽ അമർച്ച ചെയ്യുകയാണ്. നീ ഒരു നന്മ കാണാതെ, വിടുതൽ കാണാതെ, സന്തോഷം കാണാതെ, സൗഭാഗ്യം കാണാതെ അനുഭവിക്കുന്ന പ്രശ്നത്തെ, നിന്റെ വീടിന്റെ പ്രശ്നത്തെ, അതിനകത്ത് വെളിപ്പെടുന്ന കാറ്റിനെ, അതിനകത്ത് വെളിപ്പെടുന്ന തിരമാലയെ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ. വെളിപ്പെടുന്നത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. യേശു മറ്റൊരു ഭാഗത്ത് ഇവർ ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിനകത്ത് നിൽക്കുമ്പോൾ യേശു കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കലെത്തി. അല്ലെ? ഹല്ലേലൂയ. കടലിന്റെ മീതെ എന്ന് പറഞ്ഞ പ്രതികൂലത്തിന്റെ മേളിലാണ് യേശുവിന്റെ സ്ഥാനം. നിങ്ങൾ പ്രയാസപ്പെടുന്ന പ്രതികൂലത്തിന്റെ മേളിലാണ് അവന്റെ സ്ഥാനം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളുടെ മേളിലാണ് അവൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറ, അവന്റെ കീഴെയാണ് ഈ സകല പ്രശ്നങ്ങളും. ഹല്ലേലൂയ. അവന്റെ വാക്കിനാൽ ഒതുങ്ങാവുന്ന കാര്യങ്ങളെ ഇതുള്ളൂ. അവന്റെ ശക്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് പറ, കീഴ്പ്പെടുത്തിയവൻ സകലത്തെയും കീഴ്പ്പെടുത്തി. എന്നോടൊപ്പം പറ, കീഴ്പ്പെടുത്തിയവൻ സകലത്തെയും കീഴ്പ്പെടുത്തിയിട്ടാ പോയത്. ഒന്നിനെ ഇനി കീഴ്പ്പെടുത്താൻ അവശേഷിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ചിലത് കീഴ്പ്പെടാതെ നിൽക്കുന്നത് അത് എനിക്ക് വെച്ചേക്കുന്നതാണ്. നിങ്ങൾ എന്നെ വിരൽ ചൂണ്ടിക്കോണോ? നിങ്ങളോട് പറയണം, അത് നിങ്ങൾക്ക് വെച്ചേക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്നലെ ശുശ്രൂഷിച്ചപ്പോൾ അനൂജക്കപ്പ് ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരിക്കല്, ഹല്ലേലൂയ, ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലെ ഏതോ ശുശ്രൂഷയിൽ നിൽക്കാൻ നേരത്ത് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആ തല തകർത്തപ്പോ വാലൂടെ അങ്ങ് തകർക്കുമായിരുന്നു, ഈ കഷ്ടപ്പാട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. വാലിട്ട് എന്നാ പ്രശ്നങ്ങളാ പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ഒരുപാട് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ദൈവം എന്നെ ചോദിച്ചു, പിന്നെ നിനക്കെന്നാ പരിപാടി? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കെന്നാ പിന്നെ പരിപാടി? അന്നത്തോടെ ആ ചോദ്യം നിർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകല്, ഹല്ലേലൂയ, നമ്മോടല്ല, മറുപടി ദൈവം സാത്താനോടാ പറയുന്നത്. നീ, ഹല്ലേലൂയ, കീഴ്മേ മറിച്ചവൻ നിന്നെ ചവിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തോപ്പിച്ച് അവരുടെ കൈ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നോടൊപ്പം പറയാൻ പറ്റുന്നവർ അഭിഷേകത്തോടെ പറഞ്ഞണം, സാത്താന്റെ അവന്റെ തന്ത്രങ്ങളെയും, ഹല്ലേലൂയ, ചവിട്ടാൻ ഒരു അധികാരം തന്നിട്ടുണ്ട് നമ്മുടെ മേൽ. ഹല്ലേലൂയ. ദുഷ്ടന്റെ സകല പോരുകളെയും അമർച്ച ചെയ്യാനുള്ള അധികാരം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ, എൻ്റെ കൂടെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ആത്മാവിൽ ചവിട്ടാൻ. കാലൊന്ന് പൊക്കി ചവിട്ടിക്കോ, ഇന്ന് ചിലത് തകരും.
ഹല്ലേലൂയ. എന്നോടൊപ്പം ഒരിക്കൽ കൂടി ആ വാക്ക് പറയാൻ പറ്റുന്നവർ ആത്മാവിൽ പറഞ്ഞു തുടങ്ങിക്കൂ. അവൻ കീഴ്പ്പെടുത്തി, ഹല്ലേലൂയ, സർവ്വതും നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് കൊടുത്ത അധികാരം ഉപയോഗിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മുമ്പിൽ തിരിഞ്ഞു നടക്കുന്നവനോ അതിനോട് കോംപ്രമൈസ് ചെയ്യുന്നവനോ അല്ല ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. തിരിച്ചതിനോട് മറുപടി പറയണം. ഹല്ലേലൂയ. പടകിന്റെ മേൽ യേശു നടക്കുന്ന കണ്ടപ്പം പത്രോസിനൊരു കാര്യം മനസ്സിലായി. യേശു ഇല്ലാത്ത പടകിനേക്കാൾ യേശു ഉള്ള കടലാണ് നല്ലത്. കാരണം ഞാൻ അവിടെ സേഫാണ്, ഞാൻ ആ കടലിൽ സേഫാണ്. സത്യം പറഞ്ഞ ആ വിശ്വാസം കറക്റ്റാ അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ചാടി ഇറങ്ങി അവന്റെ കാല് താന്നില്ലെന്നാ കിടക്കുന്നത്. ആമേൻ. ഇന്ന് പകല് എന്നോട് കർത്താവ് ഈ വചനത്തിന്റെ വെളിപ്പെടുത്തലിൽ പറയുന്നു, നിന്നെ മുക്കിയതിനെ, നിന്നെ പേടിപ്പിച്ചതിന്റെ മേളിൽ നിൽക്കാൻ ഒരു അഭിഷേകമുണ്ട്. ഉപയോഗിക്ക്. ഞാൻ രാവിലെ തന്നെ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതിന്നിങ്ങനെ വെളിപ്പെടുവെന്ന്. ഹല്ലേലൂയ. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവനാ നീ. ഹല്ലേലൂയ. അതിൻ്റെ സ്ഥിരീകരണത്തെക്കുറിച്ച് എനിക്കിന്ന് പറയാനുള്ളത്. ഹല്ലേലൂയ. നിന്നെ വിളിച്ച വിളിക്കകത്തേക്ക് കൃത്യം കർത്താവ് കണക്ട് ചെയ്യാൻ ആ ദൂത എനിക്കിന്ന് പറയാനുള്ളത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ, ഇന്നലെ എന്നെ മുക്കിയതിനെ ഞാൻ ചവിട്ടി പിടിക്കും. ചില സാമ്പത്തിക മേഖലകൾക്കകത്തൊക്കെ അങ്ങനെ ഒരു ഓവർകം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞ ആ രോഗത്തെ ജയിക്കാനുള്ള ഒരു അഭിഷേകം ഉള്ളത്തി പിടിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നമ്മളെപ്പോഴും ഈ ശിഷ്യന്മാരുടെ വിചാരപ്പെടൽ നമുക്കുണ്ടാകും. എൻ്റെ ഈ കഷ്ടപ്പാട് ആരും കാണുന്നില്ലേ? പാസ്റ്ററും കാണുന്നില്ല, വിശ്വാസികളും കാണുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ മേലുള്ള അഭിഷേകം കാണാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ മേലുള്ള അഭിഷേകം കാണാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രതികരിക്കുക. നിന്റെ വീട്ടിൽ യേശു ഉണ്ടെന്ന്. നിന്റെ വീട്ടിൽ യേശു ഉണ്ട്. നിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പറയാം, എൻ്റെ വീടിൻ്റെ മുഴുവൻ നിയന്ത്രണം യേശുവിലാണ്. പറ, ഇതൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. ചിലർക്കത് വിടുതലായി തീരും. ഹല്ലേലൂയ. എൻ്റെ വീടിൻ്റെ എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും? നിന്റെ വീടിൻ്റെ മുഴുവൻ നിയന്ത്രണവും. ഹല്ലേലൂയ. ഇന്നലകളിൽ നിയമപരമായ അവകാശങ്ങൾ കൊണ്ട് സാത്താൻ നിന്റെ വീട്ടിൽ കയറി ഉള്ളതിനെ മുഴുവൻ നശിപ്പിച്ച് മുഴുവൻ രോഗത്തിന് കാരണമാക്കിയെങ്കിൽ ഇന്ന് രാവിലെ പ്രതിഷ്ഠിക്കുക ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൻ്റെ, കുഞ്ഞുങ്ങളുടെ, കുടുംബത്തിൻ്റെ മുഴുവത്തിൻ്റെ നിയന്ത്രണം യേശുവിന്. ആമേൻ. എവിടെ പോയി നിൽക്കുന്നൊന്നും എനിക്കറിയത്തില്ല. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ക്ഷീണം എല്ലാം മാറി. ആമേൻ. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോരുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഒരു കാര്യമാണ് പെസഹ ആചരിക്കൽ. അവർ മാത്രം ആചരിച്ചാൽ മതിയോ? അല്ല. എല്ലാ വർഷവും ആ മാസം, അബീബ് മാസം, ആ മാസത്തിന്റെ ആ ഡേറ്റിൽ അവര് കുഞ്ഞാടിനെ അറുക്കണം. എന്തിനാ? പിതാക്കന്മാർ അടിമത്തത്തിലായിരുന്നെന്നും ഇനി നിങ്ങൾ അങ്ങനെ ഒരു അടിമത്തത്തിൽ പോകരുതെന്നും അന്ന് വെളിപ്പെട്ട ആ ദൈവ സാന്നിധ്യത്തിന്റെ വിടുതലിന്റെ അവസ്ഥകളെ തലമുറകൾ മുഴുവൻ അറിയേണ്ടതിനാണ്. സോ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്, കൂടി വരുമ്പോൾ എപ്പോഴും ചെയ്യാൻ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള, ജഡത്തിൽ കൽപ്പിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെ പ്രസ്താവിക്കണം, യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കണം. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, മരണം, യേശുവിൻ്റെ മരണം പ്രസ്താവിക്കപ്പെടുന്നിടത്ത് ഹല്ലേലൂയ ഒരു തലമുറയുടെ ജനനമുണ്ട്. ഒരു തലമുറ ജനിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ ഒരു ശുശ്രൂഷയാണ് ഇന്ന് പകൽ ഇപ്പൊ കുറച്ചു മുമ്പേ ചെയ്തത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ശാപങ്ങളുടെ കെട്ടുകൾ കിടപ്പുണ്ടെങ്കിൽ, അത് പൂർവ്വപിതാക്കന്മാരാകട്ടെ, നിങ്ങൾ തുടങ്ങിയതാകട്ടെ, സ്പിരിച്വലായി ദൈവം തന്നിരിക്കുന്ന നിയമങ്ങളെ വയലേറ്റ് ചെയ്തതിൻ്റെ, ആ നിയമങ്ങളെ അതിക്രമിച്ചു പോയ, അതിക്രമം സംഭവിച്ചതിൻ്റെ ഭാഗമായി
സാത്താന് നിയമപരമായി നിങ്ങളുടെ മേൽ ആക്സസ് നടത്താൻ, നിന്റെ സമ്പത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ ആക്സസ് നടത്താനുള്ള അനുവാദത്തെ എന്നേക്കുമായി ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പൊട്ടിക്കണം. ആമേൻ. അതുകൊണ്ട് ആ ജീവന്റെ മേൽ സമൃദ്ധി വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയാണിത്. ആമേൻ. ഹല്ലേലൂയ. ഇതെടുക്കുമ്പോൾ വളരെ വ്യക്തതയോടെ ഈ ശുശ്രൂഷയോട് സമീപിച്ചാൽ ഹല്ലേലൂയ, അത് കഴിക്കുന്നതോടൊപ്പം ആ സമൃദ്ധിയുടെ ജീവൻ നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. 1-ാം വാക്യത്തിനകത്ത് താൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. അതിനകത്ത് തന്നെ ഉണ്ട് പൗലോസ് ഈ കാര്യം പറയുന്നത്. സുവിശേഷം ഇന്നലെ ഉണ്ടായതല്ല. ആമേൻ. വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. ആമേൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവാണ് സുവിശേഷം. മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ വായിച്ചാൽ മതി, താഴേന്ന് വായിച്ചു കയറിയാൽ മതി. സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട അപ്പോസ്തലൻ. അങ്ങനെ ഒരു പദോടെ ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, 12 അപ്പോസ്തലന്മാരുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ, അല്ലേ? പൗലോസിന്റെ അപ്പോസ്തലത ഇന്ന് കാണുന്ന ഒരു പ്രൗഢി പൗലോസിന് ആ കാലഘട്ടത്തിൽ ജാതീയ സഭകൾക്കകത്തുണ്ടെങ്കിലും യഹൂദ സഭകൾക്കകത്ത് ആ സ്വാധീനത വളരെ കുറവാണ്. ഞാൻ മുന്നോട്ട് പ്രസംഗിച്ചു വരുമ്പോൾ ആ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഈ ഒരു വിരൽ ചൂണ്ടുന്നുണ്ട്, ആരാണ് നിന്നെ അപ്പോസ്തലനാക്കി എന്ന് ചോദിച്ച പല ചോദ്യങ്ങൾക്കും പൗലോസ് ആ കാലഘട്ടത്തിൽ മൗനമായിരുന്നിട്ട് ഹല്ലേലൂയ ഈ ലേഖനം താൻ എഴുതുമ്പോൾ ഇതിനകത്തൂടെ മറുപടി പറയുന്നുണ്ട്. തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവമാണ്. ആമേൻ. ഇതൊക്കെ വെളിപ്പെടുന്ന നിങ്ങളെയും ദൈവം വിളിച്ചെന്നുള്ളതിന്റെ ഭാഗമായിട്ട് വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ വെളിപ്പാടുകൾ ഉയർന്നുയർന്നു വരാൻ നേരത്ത് ഈ വെളിപ്പെടുത്തലുകളെ കൃത്യമായി താൻ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് താൻ ഹല്ലേലൂയ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവം. ഈ ഒരു ആശയം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. എന്നെ ജനനം മുതൽ വിളിച്ച് വേർതിരിച്ച ദൈവം. ഹല്ലേലൂയ. പ്രവാചകന്റെ വെളിപ്പെടുത്തലിലാണെങ്കിൽ ജനനം മുതലല്ല, അമ്മയുടെ ഉദരത്തിൽ ഭിന്നാകാരമാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടു. പൗലോസിന്റെ തന്നെ വെളിപ്പെടുത്തൽ താൻ ആരാണ്, നാം ആരാണ്, സഭയാരാണെന്ന് വെളിപ്പെടുത്തുന്ന എഫീസ്യ ലേഖനത്തിന്റെ വെളിപ്പെടുത്തലുകൾക്കകത്ത് താൻ വെളിപ്പെടുത്തുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു ദൂതുണ്ട്. ഉലക സ്ഥാപനങ്ങൾക്ക് മുമ്പേ അവൻ ക്രിസ്തുവിൽ എന്നെ കണ്ടു. ഇതൊരു വലിയ മെസ്സേജാണ്. ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്ന ആ അബ്രഹാമിന്റെ ലൈഫ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അബ്രഹാമിന്റെ ലൈഫിനെ ചിത്രീകരിക്കുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, എനിക്കൊരു മകൻ ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ ദൈവം ജാതികളുടെ പിതാവാക്കി വെച്ചു. ആമേൻ. ഒന്ന് കരയുയർത്തി സ്വാഗതം ചെയ്തേ. ഇപ്പൊ ചെയ്യിപ്പിച്ച എന്നാന്ന് ഞാൻ പറയാം. ആമേൻ. ഒരു പുതിയ നിങ്ങളിലൂടെ സ്പിരിച്വൽ സൺസ് പുറത്തു വരട്ടെ, ആത്മീയ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ഒരു കുഞ്ഞില്ലാതിരിക്കെ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞതാണ്, ഇവൻ ജാതികളുടെ അറബികളുടെ പിതാവാണ് അബ്രഹാം, യഹൂദന്മാരുടെ പിതാവാണ് അബ്രഹാം. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, ബഹുജാതികളുടെ പിതാവാണ്. ആമേൻ. ഇതെല്ലാം എവിടെ പോയി കൊള്ളുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ ലേഖനമായ ഹല്ലേലൂയ, ഞാൻ മുമ്പ് പറഞ്ഞ ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട്. ഹല്ലേലൂയ. സകല ജാതികളും സകല ഭാഷയിലും ജാതിയിലും പെട്ട ആൾക്കാർ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെടുമെന്നുള്ള സുവിശേഷം മുൻകൂട്ടി അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിൽ സംഭവിച്ചെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മളിൽ ഉൾക്കൊണ്ട് നിൽക്കുകയാണ് ആ വിടുതൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൽ തുടങ്ങിയ വിടുതലിന്റെ യേശുവിൽ ആരംഭിച്ച ആ അബ്രഹാമിന്റെ ദൂതിന്റെ നിവർത്തീകരണം യേശുവിലൂടെ നമ്മളിലൂടെയാണ് നിവർത്തീകരിക്കപ്പെടുന്നത്. ആമേൻ. അബ്രഹാമിനെ ജാതികളുടെ പിതാവാക്കി മാറ്റുന്നത് ഹല്ലേലൂയ നമ്മളിലൂടെ ജാതികൾ പിടിക്കപ്പെടുമ്പോഴാണ്. യുഗങ്ങൾക്കകത്ത് കിടക്കുന്ന ദൂതുകളാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ കയറി പിടിച്ചോണം. ഒരു തലമുറ തുറന്നു വരും.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് വളരെ വേഗത്തിൽ ഓടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രത്വവും കർത്തൃത്വവും നന്നായിട്ട് പഠിച്ചോണം. ഹല്ലേലൂയ. താഴോട്ട് പഠിക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് കിടക്കുന്ന ഒരു വാക്ക്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് താൻ തന്നെ നിർണയിച്ചു. ഹല്ലേലൂയ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിലാണെങ്കിലും യേശുവിന് തന്നെ തെളിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അത് കൃത്യമായി തന്നെ തെളിയിച്ചു. 30 വർഷം വരെ താൻ പിഴച്ചുപറ്റ മകനെന്നൊരു ഹല്ലേലൂയ ശബ്ദം ഹല്ലേലൂയ പാലസ്തീന്റെ നെടുവീഥികളിൽ ഉറക്കെ ഹല്ലേലൂയ പ്രഖ്യാപിക്കപ്പെട്ടെടുത്ത് യേശു കർത്താവ് യോർദാന്റെ കരയിൽ നിന്ന് യേശു കയറും പറയും, ഇവൻ അനാഥനല്ല, ഇവൻ പിഴച്ചുപറ്റവനല്ല, ഹല്ലേലൂയ ഇവൻ എൻ്റെ പ്രിയപുത്രനാ. ഇന്ന് പകല് അഡ്രസ് ചെയ്യുന്ന ഒരു പിതാവ് നിനക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? നീ ഒരിക്കലും ഒറ്റയ്ക്കാകത്തില്ല. ഈ പിതാവിന്റെ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങൾ എത്ര കുഴപ്പത്തിൽ പോയാലും തിരിച്ചു വന്ന് കാത്തിരിക്കുന്ന ഒരു ലവ് ആണ്. ആമേൻ. ഹല്ലേലൂയ. അതിനകത്ത് ദൂത് തിരിച്ച് ദൈവം കൊണ്ടുവരുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകല സകല ഭാഷയിലേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തെ പിടിക്കണം, മൊത്തത്തിൽ അടക്കി അങ്ങ് പിടിച്ചു. സർവഭാഷയിലേക്കും ഹല്ലേലൂയ ഹല്ലേലൂയ വംശത്തിലേക്കും സർവജാതിയിലേക്കും ചിതറിപ്പോയതിനെ ഹല്ലേലൂയ പിതാവിന്റെ സ്നേഹത്താൽ തിരിച്ചു പിടിക്കുന്ന ദിവ്യ സ്നേഹം മുണ്ടക്കയത്തിന്റെ മീതെ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. എല്ലാ അനാഥത്വ സ്പിരിറ്റുകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ ഹല്ലേലൂയ അഡ്രസ്സുള്ള മക്കൾ ശാസിക്കുന്നു. ആമേൻ. സഹായിക്കുമാറാകട്ടെ. 3-ാം പാരഗ്രാഫിനകത്താണ് ഈ ലേഖനത്തിൽ ഞാൻ വായിച്ച ആശയം തുറന്നു വരുന്നത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായിട്ട് ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ ശുശ്രൂഷിച്ച എത്ര പേർക്ക് ഓർക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഡിവൈൻ അസൈൻമെന്റ് ആയിരുന്നു. അതേക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. എങ്കിലും ഇതെല്ലാം കൂട്ടിക്കലർത്തി അങ്ങ് പ്രസംഗിക്കുകയാണ്. ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്പിരിച്വൽ കൺഫർമേഷനാണ്. ഈ വാക്ക് തന്നെ നിങ്ങളുടെ സ്ഥിരീകരണം. നിങ്ങൾ ഉറയ്ക്കും. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ ഉറയ്ക്കും. കാരണം എന്തുവാ? നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ വന്നാൽ നിങ്ങൾ ഉറക്കപ്പെടും. ഈ ദൂത് അധികം വിശദീകരിക്കാതെ നിങ്ങളുടെ അകത്തേക്ക് ആഴ്ന്നിറങ്ങിയാൽ ദൈവം സംസാരിക്കും. ആമേൻ. ഒരുപാട് നാളുകൊണ്ട് അലഞ്ഞു കിടന്നതെല്ലാം ഉറയ്ക്കാൻ പോവാ. കണക്റ്റഡ് ആക്കുന്നു വീട്. 40 ദിവസം രാവും പകലും മഴ പെയ്തു. ഹല്ലേലൂയ. നോഹയുടെ പെട്ടകം ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ദൈവം ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, അവിടെ അത് ഉറയ്ക്കും. അതിനൊരു ടൈം ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം അവിടെ ഉറപ്പിക്കും. ആമേൻ. ഇന്ന് പകൽ ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ അലഞ്ഞ് നടന്നതെല്ലാം ഉറയ്ക്കാൻ പോകും. കൈ ഉയർത്തി പറ, ഉറയ്ക്കാൻ പോകും. വിശ്വാസം സഭയ്ക്കകത്ത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പൗലോസിന് ആ കാലഘട്ടത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ സുവിശേഷകൻ അപ്പോസ്തലൻ പൗലോസിന് മനസ്സിലായി, ഞാൻ അവിടെ ചെന്നാൽ അവരുറയ്ക്കും. ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ ഏറ്റവും അവസാനത്തിനകത്ത് കിടക്കുന്ന ഒരു ഭാഗം, ഞാൻ പല പ്രാവശ്യം അങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചു, എങ്കിലും മുടക്കം സംഭവിക്കുന്നു. ഈ 2 വാക്ക് ചേർത്ത് പഠിച്ചാൽ നിങ്ങൾക്കുള്ള ദൂതാവും. പല പ്രാവശ്യങ്ങളായിട്ട് ഉറയ്ക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ മുടക്കങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് പറയാണ്, അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയോട് പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വന്നാൽ എൻ്റെ കൈവപ്പിനാൽ നിങ്ങളിൽ കൃപാവരങ്ങൾ ജ്വലിച്ച് നിങ്ങൾ ആ ദേശത്ത് ഉറയ്ക്കപ്പെട്ട ഒരു സഭയാകും. അതിന് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ തടയുന്നു.
തടയുന്നു. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്നവരോട് പറയുന്നു, നാളുകൾ കൊണ്ട് അലയുന്ന വാക്കുകളും അലയുന്ന ചിന്തകളും ഉറയ്ക്കും. ഇന്നുറയ്ക്കും, നാളെ ഉറയ്ക്കും, ഹല്ലേലൂയ, അടുത്ത വർഷം ഉറയ്ക്കുമെന്നുള്ള കൃത്യമായി ചിന്തയ്ക്കകത്ത് പ്ലാൻ ചെയ്തിട്ടും പലതും മുടക്കം കൽപ്പിച്ചതുപോലെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് പറയുക, ഒരു ഡിവൈൻ കൺഫർമേഷൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടാൻ പോവുകയാണ്. ഈ ഇതിനകത്ത് ശുശ്രൂഷകന്മാരെ ചെറുതാണെങ്കിലും വിളിക്കുന്നതിൻ്റെ പിന്നിൽ കാര്യം എന്താണെന്നറിയാവോ? എനിക്ക് ആ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ അകത്ത് നിന്ന് ഒരു വലിയ അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വാക്കിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളെ ഉറപ്പിക്കാൻ ഞാൻ ആത്മാവിൽ തയ്യാറാകുന്നത്. പറഞ്ഞേ, ഈ വിഷയത്തിനകത്ത് വലിയൊരു ഉറപ്പിന് വെളിപ്പെടാൻ പോവുകയാണ്. നീ ഉറച്ചിരിക്കും. ഹല്ലേലൂയ. അലയുന്ന അനുഭവങ്ങളല്ല ഇനി മുമ്പിലുള്ളത്. നിന്നെ ദൈവം ഉറപ്പിക്കാൻ പോകുക. ഈ ദൂത് എനിക്ക് പറയുമ്പോൾ ഇച്ചിയുടെ കട്ടിയിൽ എനിക്ക് പറയണം. ഉറയ്ക്കാൻ വേണ്ടിയുള്ളതെല്ലാം ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് വിശാലതയോടെ വിളിച്ചോണം. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ പ്രോപ്പർട്ടികളുണ്ട്, അതിൻ്റെ പിന്നിൽ ബിൽഡിങ്ങുകളുണ്ട്, അതിൻ്റെ പിന്നിൽ സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിളിച്ചു പറയാ, അലഞ്ഞ് നടന്നതെല്ലാം ദൈവം ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ അറ്റംപ്റ്റുകൾ നടത്തുമ്പോൾ ഇതിനകത്താണോ ഉണർവ്, ഇതിനകത്താണോ ദൈവപ്രവൃത്തി എന്ന് നിങ്ങളും ഞാൻ ഒരുമിച്ച് ഹൃദയത്തിനകത്ത് നോക്കുക. ചിലർ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ, കൂടെ ഇല്ലാത്തതുപോലെയാണ് അവരുടെ ഇടപെടൽ. എങ്കിലും വിഷമമില്ല. ആത്മാവിൽ വിളിച്ചവൻ വിശ്വസ്തവൻ, അവൻ വാക്ക് മാറത്തില്ല. ആമേൻ. വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ദൈവം പ്രവർത്തിക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഈ ദൈവം ഉറപ്പിച്ച കുറച്ചു പേരെ നമുക്ക് ബൈബിളിനകത്തൂടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിട്ടാണോ അവർ ഉറച്ചെന്ന് നോക്കിയാൽ ഒറ്റ ഓർമ്മ അവരുടെ കണ്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ചരിത്രത്തിനകത്തുനിന്ന് മനസ്സിലാകുന്നതാണ്, 120 വർഷം പ്രസംഗിച്ചിട്ടും ആ മനുഷ്യന്റെ കൂടെ ഒറ്റയാൾ വന്നില്ല. പക്ഷെ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തു. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നീ പ്രസംഗിക്കുന്നതോടൊപ്പം നിനക്കൊരു പണിയും കൂടി ഉണ്ട്. ഹല്ലേലൂയ. എങ്ങനെയും പണിതാ പോരാ, ഞാനൊരു പ്ലാന് തന്നിട്ടുണ്ട്, അതുപോലെ പണിതോ. ഹല്ലേലൂയ. 30 മുഴം വീതി, അങ്ങനെയാണെന്നോ, ഞാനിതൊന്നും വായിച്ചില്ല. 50 മുഴം വീതി, 30 മുഴം പൊക്കം, 300 മുഴം നീളം, അങ്ങനെയാണെന്ന് തോന്നി. ഇതിനും കുഴപ്പമില്ല, അളവ് തെറ്റാതിരുന്നാൽ മതി. കൃത്യമായിട്ട് പ്ലാൻ എടുക്കുമ്പോൾ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവ് എല്ലാം അതിന്റെ പ്ലാനിലാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഈ മരം ഇന്ത്യയിലുണ്ട് കേട്ടോ. ഈ മരം ഇന്ത്യയിലുണ്ട്, 3 മരമേ ഉള്ളൂ. ഗോഫർ മരം ഇന്ത്യയിലുണ്ട്. ഇന്ത്യ 3 മരം നിപ്പം, ആകെ 3 എണ്ണേ ഉള്ളൂ. ഹല്ലേലൂയ. ആ മരം കൊണ്ട്, ഹല്ലേലൂയ, ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി. അതിൻ്റെ അകത്തും പുറത്തും കീല് തേച്ചു. ഹല്ലേലൂയ. കീല് തേച്ച് ഒരു പർവ്വതത്തിന്റെ മേളിലിട്ടാ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ഉണ്ടാക്കുമ്പോൾ തന്നെ ആൾക്കാർ കബളിപ്പിക്കാനും കളിയാക്കാനും തുടങ്ങി. വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വള്ളം ഉണ്ടാക്കിയാൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. നോഹയ്ക്ക് പറയാനുണ്ട്, ഇല്ല, ഞാൻ കപ്പൽ ഉണ്ടാക്കിയ വെള്ളം ഇങ്ങോട്ട് വന്നു. ആരോടാ പറയുന്നത്? ഞാൻ കപ്പലുണ്ടാക്കിയാൽ വെള്ളത്തിന്റെ പുറകെ അങ്ങോട്ട് പോകണ്ട, വെള്ളം ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങൾ കേൾക്കാമോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ആഴിയുടെ ഉറവകൾ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. പറഞ്ഞ വാക്കവൻ പ്രവർത്തിച്ചു. ഇന്ന് പകല് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. ഹല്ലേലൂയ. കൂടെ നിൽക്കാൻ ഒറ്റയാളില്ലെങ്കിലും ദൈവം പറഞ്ഞതുപോലെ തന്നെ, ഹല്ലേലൂയ, ഭൂമിയും ആകാശവും തനിക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ, ഞാൻ ഇന്ന് പകൽ നിന്നെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞാൽ, നിനക്ക് വേണ്ടി സാധനം വരുമെന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. കരമടിച്ച ദൂതിനെന്ന്.
ഹല്ലേലൂയ. സമയമാണ് പോകുന്നത്. ആമേൻ. ഈ യെരൂശലേമിലെ സഭ, അന്ത്യോക്യയിലെ സഭ, റോമിലെ സഭ, പൗലോസിനെ സംബന്ധിച്ച്, എന്റെ കൂടെ വചനം മനസ്സിലാകുന്നവർക്ക് ഈ വീട് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇടയ്ക്കൊന്നും പഴക്കുന്നൊക്കെ പ്രസംഗിക്കും. ഈ ആദ്യ ഭാഗങ്ങൾക്കകത്ത് എടുത്തു പറയാൻ പറ്റുന്ന 3 സഭകളാണ്. അന്ത്യോക്യ സഭ, അല്ല യെരൂശലേമിലെ സഭ എന്ന് പറഞ്ഞേ. പോസ്റ്റ് പ്രവൃത്തി വായിച്ചാൽ മതി, നന്നായിട്ട് മനസ്സിലാകും. യെരൂശലേമിലെ സഭ പറ, അന്ത്യോക്യയിലെ സഭ, റോമിലെ സഭ. ഈ യെരൂശലേമിലെ സഭയോടുള്ള ബന്ധം പൗലോസിന് ഇല്ല. സത്യം ഉണ്ടോ? ചെന്നപ്പോഴും, ഞാൻ ഈ ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത. ഈ ചെന്നപ്പോഴും ഓക്കെ, നീ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ സഭയെ നശിപ്പിച്ചവനാണ്, ഇപ്പോൾ യേശുവിനെ പ്രസംഗിക്കുന്നു. പക്ഷെ സന്തോഷമുണ്ട്, കൂടെ കൂട്ടാൻ തയ്യാറല്ല. കൂടെ കൂട്ടാൻ തയ്യാറല്ല. ബർന്നബാസ് പിടിച്ചുകൊണ്ട് ചെന്നതാണ്. സന്തോഷമുണ്ട് നീ കർത്താവിനെ പ്രസംഗിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ കൂടെ ഒന്നും കൂട്ടത്തില്ല. കിലിക്കിയയിലേക്കും തന്റെ സ്വന്തം പട്ടണമായ തർസൂസിലേക്കും ഒക്കെ ഈ മനുഷ്യൻ ശുശ്രൂഷകൾക്കായി പോകുന്നു. ആ കാലഘട്ടത്തിലാണ് ദൈവം ബർന്നബാസിനെ പൗലോസിന്റെ ശുശ്രൂഷകൾക്കകത്ത് വിളിച്ചു. ആമേൻ. ഒന്ന് എന്നോടൊപ്പം പറയോ, ബന്ധങ്ങള് നമ്മുടെ വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. ആമേൻ, ആമേൻ. നന്നായിട്ട് ആമേൻ പറ. വ്യക്തിപരമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ചില ബന്ധങ്ങള് ദൈവമായിട്ട് തരുന്നതാണ്. ഹല്ലേലൂയ. ചിലപ്പോ ചെറുതാണെന്ന് തോന്നും, പക്ഷെ ദൈവം അതിനകത്ത് വലുതാണ്. 3.5 വർഷം ക്ഷാമം അനുഭവിക്കപ്പെടുന്ന നേരത്ത് ഏലിയാവിന് അഹാബിന്റെ കൊട്ടാരമല്ല ആഹാരം കൊടുത്ത്, കാക്കയും ദൈവമാണ്, എന്നാലും അതിന്റെ പിറകിൽ ദൈവമാണെങ്കിലും സാരാപത്തിലെ വിധവയാണ് ആഹാരം കൊടുത്തേ. ആമേൻ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരേ സമയം വിധവയുടെ ജീവനും പ്രവാചകന്റെ വയറും ദൈവത്തിന്റെ കാര്യമാണ്. ഹല്ലേലൂയ. ചില ബന്ധങ്ങൾ ചെറുതാകും, പക്ഷെ അതിനകത്ത് കർത്താവിന് വലിയ വിടുതലുകളുണ്ട്. ഹല്ലേലൂയ. ഈ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം വായിക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്. സാരാഫത്തിലെ വിധവ ചോദിക്കുകയാണ്, ഞാൻ ഈ ദൂതിനകത്ത് നിന്ന് ചോദിക്കുകയാണ്, നിനക്ക് കിട്ടാനുള്ളതെല്ലാം അടഞ്ഞതല്ലേ, പിന്നെ എൻ്റെ അടുത്തിട്ട് എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ എന്ത് പറയൂ? നിനക്ക് കിട്ടിക്കൊണ്ടിരുന്ന കെരീത്ത് തോട്ടിലെ വെള്ളം നിന്നു, കാക്കയുടെ വരവ് നിന്ന്, എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പ്രവാചകനോടുള്ള ദൈവത്തിന്റെ ദൂതി, അവനൊന്നും ഇല്ലല്ലോ, അവൻ പ്രാർത്ഥിച്ച ചിലത് തുറക്കും. ഇതൊക്കെ മിസ്റ്ററികളാ, ഭയങ്കര മിസ്റ്ററികളാ ഇതൊക്കെ. ഹല്ലേലൂയ. എന്ന് പകരം ഞാൻ പറയാം, എനിക്ക് വീടുണ്ടോ ഇല്ലെന്നൊക്കെ രണ്ടാമത്, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച വീട് വരും. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച നിന്റെ ശരീരത്തിലെ ഞാനിവിടെ ശരീരത്തിൽ വേദനയോടെ നിൽക്കുമ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതലുണ്ടാവും. ഇത് കർത്താവിന്റെ ഒരു നീതിയാണ്. ഞാനിവിടെ ഒരു പിക്ചറാകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറ, നിന്നെ നീതീകരിച്ച് നിർത്തിയ ഒരു ദൈവമുണ്ട്, അവൻ നിന്നെ സഹായിച്ചിരിക്കും. ആമേൻ. യെരൂശലേമിലെ സഭ, റോമിലെ സഭ, അന്ത്യോക്യയിലെ സഭ. ഈ യെരൂശലേമിലെ സഭ ആ കാലഘട്ടത്തിൽ ഒരു കോളനിയാണ്, റോമൻ കോളനി മാത്രമാണ്. അന്ത്യോക്യയിലെ സഭ എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരമാണ്. അമ്മേ പറയണം അതിനൊക്കെ. ആരും അമ്മേ പറയത്തില്ലല്ലേ. ആർക്കും പുറത്തോട്ടൊന്നും പോകാൻ താല്പര്യമില്ലാത്തവരാണ്. ഈ തുറമുഖം എന്ന് പറഞ്ഞാൽ ഒരു പുറപ്പാട് നിന്റെ ദർശനത്തിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലാകുന്നോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ വരാം.
യെരൂശലേമിൽ ശുശ്രൂഷിക്കുന്ന ആൾക്കാരോടുള്ള കർത്താവിന്റെ ദൂത്, അധിക നാൾ ഇവിടെ കടന്ന് കറങ്ങരുത്. യെരൂശലേം, യഹൂദിയ, ശമരിയ, ഭൂമിയുടെ പൊക്കോളം. ഇവരോട്ട് ഇറങ്ങാനും തയ്യാറല്ല. ഇവരുടെ ഒരു പ്രത്യേക ശുശ്രൂഷ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകുവേ. ഈ ശമര്യക്കകത്ത് ഫിലിപ്പോസ് പോയി ഒരു ഉണർവുണ്ടാക്കി. വായിച്ചിട്ടുണ്ടോ? കേൾക്കുന്നില്ല? ഫിലിപ്പോസ് പോയി ഒരു ഉണർവുണ്ടാക്കി. ഉണർവുണ്ടായപ്പോഴേ ആ കാലഘട്ടത്തിൽ അന്നത്തെ നമ്മളിപ്പോ പറയുന്ന കോട്ടണി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അറിവ് കിട്ടി. എന്നാലേ പത്രോസും യോഹന്നാനും അങ്ങോട്ട് പറയാം, ഞങ്ങൾ വന്ന് കൈവച്ചാൽ ആത്മപകർച്ച ഉണ്ടാകും. വന്ന് കൈവെക്കുന്നു. സംഭവം ശരിയാ, വന്നാ പകർച്ചയാ ഉണ്ടാകുന്നതൊക്കെ സത്യമാണ്. ഫിലിപ്പോസ് അവരെ സ്നാനപ്പെടുത്തിയൊക്കെ നിർത്തിയേക്കുവോ, പക്ഷെ വന്ന ഉടനെ പകർച്ച ഉണ്ടായി. യെരൂശലേമിനകത്ത് ഈ അന്ത്യോക്യയിൽക്കകത്തേക്കും വരുന്നുണ്ട് ആൾക്കാർ. ഞാൻ ഒരു പ്രവചന ശബ്ദം പറയാം. യെരൂശലേമിനകത്ത് നിൽക്കാതെ ഒരു മൂവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു മൂവ്, മുന്നോട്ട് പോകുക, മൂവ്. ഞാൻ 3 സഭകളെ പറയുന്നത് നമ്മൾ സഭ മാറാൻ വേണ്ടിയല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു പ്രൊഫറ്റിക്കലായിട്ട് നിങ്ങൾ കാണണം. നമ്മൾ എപ്പോഴും നിന്നെടുത്ത് തന്നെ നിൽക്കരുത്. അന്നേരം വിചാരിക്കരുത് അടുത്ത ചർച്ചയിൽ പോകണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വെളിപ്പാട് അപ്ഡേറ്റ് ആകണം, നിന്റെ സാക്ഷി അപ്ഡേറ്റ് ആകണം, നിന്റെ ശുശ്രൂഷകൾ അപ്ഡേറ്റ് ആകണം. ആമേൻ. ഈ ഫിലിപ്പോസിനൊക്കെ സത്യം പറഞ്ഞാൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് എവിടെയാ? ശമരിക്കകത്ത് കയറിയപ്പോഴാണ്. ഫിലിപ്പോസിന് താനൊരു ശുശ്രൂഷകനാണെന്ന് മനസ്സിലായത് ഇങ്ങനെയാണ്. അതുവരെ പുള്ളി കൂടെ നടക്കുന്ന യോഹന്നാൻ ശുശ്രൂഷിക്കുന്ന, പത്രോസ് ശുശ്രൂഷിക്കുന്ന കൂട്ടത്തിൽ പാട്ടുമായിട്ട് നടക്കുമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാ, അവർ ശുശ്രൂഷകരല്ലെന്നുള്ളതല്ല. പക്ഷേ അവരെ വിളിച്ച വിളിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ചുറ്റുപാടിനകത്ത് ഉറങ്ങിപ്പോകുവാണ്. അപ്പം നമുക്കൊരു കേന്ദ്രം അവിടെ നമുക്ക് കൊണ്ടുവരാം. പൗലോസിന്റെ യാത്ര സത്യത്തിൽ യെരൂശലേമിൽ നിന്നല്ല, പൗലോസിന്റെ യെരൂശലേം ദമസ്കോസാ. ആമേൻ. ബർന്നബാസ് അന്ത്യോക്യയിൽ വരുന്നു. ഞാൻ സ്പിരിച്വൽ കൺഫർമേഷനാണ് പ്രസംഗിക്കുന്നത്, അത് മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകില്ല. അന്ത്യോക്യയിൽ വരുന്നു. അന്ത്യോക്യയിൽ ശക്തന്മാരായ പ്രവാചകന്മാരുണ്ട്. അവിടുത്തെ ഒരു ശക്തനായ പ്രവാചകൻ അഗമോസ് എന്ന് പറഞ്ഞ്, അഗമോസ് പ്രവചിച്ച പ്രവചനം ഇന്ന് ചരിത്രത്തിൽ പോലും നിലനിൽക്കുന്ന ഒരു പ്രവചനമുണ്ട്, ഒരു ക്ഷാമത്തെ കുറിച്ച്. മൊത്തത്തിൽ ക്ഷാമം. അന്ന് യെരൂശലേമിലെ സഭയെ പോലും സപ്പോർട്ട് ചെയ്യാൻ കെൽപ്പുള്ള സഭയായിരുന്നു സത്യത്തിൽ അന്ത്യോക്യയിലെ സഭ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറ, ഇത് അവരെ കുറിച്ചുള്ളതാണ്. നിങ്ങൾ പറ, ചില ക്ഷാമങ്ങളെ അതിജീവിക്കാനുള്ള കെൽപ്പ് നിന്റെ കയ്യിൽ ഭദ്രതയായി ദൈവം തന്നിരിക്കും. പിടിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല ഇന്ന് പകൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എല്ലാ രീതിയിലും വളരുന്ന മൂവുള്ളൊരു സഭയാണ് അന്ത്യോക്യയിലെ സഭ. കാരണം എന്നറിയോ? കർത്താവ് എപ്പോ പറഞ്ഞാലും തുറമുഖ നഗരത്തിലായിരിക്കുന്നത്, എപ്പോ പറഞ്ഞാലും പോകാൻ തയ്യാറാ. ഹല്ലേലൂയ. അവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, കൺവെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കും വേണം കേട്ടല്ലോ. ഇന്ന് പകല് വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, അവരെ വിളിച്ച വെളിയിലേക്ക് വേർതിരിക്കുക. ആമേൻ. ഞാനിത് പറഞ്ഞു വരുന്നത്, ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം ആകരുത്. നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ ഉണ്ടായിരിക്കും. യെരൂശലേമിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ പ്രസംഗത്തിൽ, അല്ലെ, 3 മിനിറ്റ് നീളുന്ന പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം അകത്ത് കയറി. അടുത്ത പ്രസംഗത്തിൽ 5000 കയറി. ഹല്ലേലൂയ. 120 നിന്ന് 8000 സഭ ഓടുന്നു. അടുത്ത ചില വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കും. അടുത്ത കണക്ക് പരിശോധിക്കുമ്പോൾ യെരൂശലേമിലെ അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, 4-ൽ 3 സഭയ്ക്കകത്ത് കയറി. ഇതിനൊക്കെ ആമേൻ പറയാതെ നിങ്ങൾ ഇരിക്കുമ്പോഴാ. ആമേൻ.
കുറച്ച് ദിവസം പുറകോട്ട് പോയാൽ ഹല്ലേലൂയ കൂടെ നിന്നവർ പോലും ഓടിയ ചരിത്രമാണ് പറയാനുള്ളത്. ആണോ? യേശു ഒരു സെപ്പറേറ്റ് പീപ്പിൾ കുറച്ചു പേരെ കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഓടരുത്. ഹല്ലേലൂയ, എന്നെ അവർ പിടിക്കുമ്പോൾ നിങ്ങൾ ഓടരുത്, നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് യേശുവിൻ്റെ സഹനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം പഠിപ്പിച്ചു വന്നവർ ആദ്യം ഓടി. പക്ഷെ യേശുവിന് പ്ലാനുണ്ട്. നീ അത്ര ഓടിയാലും എൻ്റെ സഭ വളർത്തേണ്ടവരാണ് നിങ്ങൾ, അതുകൊണ്ട് നിന്നെ ദൈവം തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഉയർത്തി പറ. ഇങ്ങനെയാണ് ഞാൻ നിർത്തുക. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ഞാൻ ഈ വിഷയമായിട്ട് അടുത്ത ദിവസം പ്രസംഗിക്കുള്ളൂ. എനിക്കിത് ഇങ്ങനെ പ്രസംഗിച്ച് തീർക്കാൻ താല്പര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് പറ. ഹല്ലേലൂയ. ആ സഭയെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് യെരൂശലേമിലെ സഭയിൽ നിന്ന് ഒരു മൂവ് ഇല്ലാതിരിക്കുമ്പോൾ അടുത്ത സഭയ്ക്കകത്തേക്ക് പ്രവാചകന്മാരെ ദൈവം നിയോഗിക്കുക. ഒന്ന് പറഞ്ഞു, നമ്മുടെ സഭയ്ക്കകത്ത് പ്രവാചകന്മാർ വേണം, നമ്മുടെ സഭയ്ക്കകത്ത് സുവിശേഷകന്മാർ വേണം, നമ്മുടെ സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർ വേണം, നമ്മുടെ സഭയ്ക്കകത്ത് ഉപദേഷ്ട. ഒന്ന് പറ, കൈ ഉയർത്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ഇതിനകത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. പൊട്ടി മരിച്ചു പോകുന്ന വിത്തിനകത്ത് ദൈവം സാധ്യതകളെ കാണും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. ഒരു പുതുജനനത്തിന്റെ സാധ്യത ദൈവം ഇട്ട് വരുന്ന എന്തുവാ? പൊട്ടിച്ചാകുന്ന. പ്രവാചക പുസ്തകത്തിനകത്തുനിന്ന് ഒരാശയം പറയാം. വിതച്ചിട്ട അല്ലെങ്കിൽ ഹല്ലേലൂയ ഉഴുതിട്ട് വിതച്ചിട്ട വിത്തിനെ ചവിട്ടി ഉറപ്പിച്ചു. ഇനി പൊങ്ങാൻ കഴിയാത്ത രീതിയിൽ അത് ആ തറയ്ക്കപ്പെട്ട സ്ഥലത്ത് അടിയിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ കുറച്ചു വെള്ളത്തുള്ളികൾ, മഴത്തുള്ളികൾ അവിടെ വീഴുമ്പോൾ ഹല്ലേലൂയ അത് അലിയാൻ തുടങ്ങിയപ്പോൾ അതിനെ അകത്ത് മരിച്ച് നശിച്ചു എന്ന് പറഞ്ഞത് ഹല്ലേലൂയ പൊട്ടിമുളയ്ക്കുവാനിടയായി തീർന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു വാക്കാണ്. ഇന്ന് പകല് പറയുന്നു, ഹല്ലേലൂയ, വെള്ളത്തിൻ്റെ ഗന്ധമടിച്ചാൽ അതിനെ മുളപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് മരിച്ച് മറഞ്ഞ് നശിച്ചു തീർന്നു എന്ന് പറയുന്നതിനെ ദൈവം കിളിപ്പിക്കും. ദൈവം കിളിപ്പിക്കും. ഞാൻ നിന്റെ കുടുംബത്തെ നോക്കി പ്രവചിക്കുന്നു. ഹല്ലേലൂയ, നീ കിളിർക്കും, നീ കിളിർക്കും, നീ കിളിർക്കും. ആമേൻ. ഹല്ലേലൂയ. മോശയുടെ കയ്യിരിക്കുന്ന വടിയുണ്ട്, അഹരോന്റെ വടി. ആമേൻ. അഹരോന്റെ വടി തളിർക്കുന്നതിന്റെ പിന്നിലെ കാരണം ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ ഒരു ഇടപെടൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ. തളിർക്കാൻ ചാൻസ് ഉള്ള ഒന്നും തന്നെ ഇല്ല, പക്ഷെ തളിർത്തിരിക്കും. ഇന്ന് പകൽ ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നീ തളിർക്കാൻ പോകുക. തളിർക്കാൻ, തളിർക്കാൻ, തളിർക്കാൻ. ആ ദൂത് സ്വീകരിച്ചോണം. തളിർക്കാൻ, തളിർക്കാൻ. അല്ല, നീ കുടുംബമായി തളിർക്കും, നീ കുടുംബമായി തളിർക്കും, നീ വ്യക്തിപരമായി ഫിനാൻഷ്യൽ മേഖലയിൽ തളിർക്കും, നീ സഭയായി തളിർക്കും. ഹല്ലേലൂയ. ചിലതിന് മേലെ പടർന്നു കയറാൻ ഒരു അഭിഷേകം നിന്റെ കാലിന് ദൈവം തരും. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഈ സഭ തയ്യാറായതുപോലെ തയ്യാറായെങ്കിലോ ഒരു ടേക്ക് ഓഫ് ഉണ്ട് നിങ്ങൾക്ക്, ഒരു പുറപ്പാടുണ്ട് നിങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദർശനത്തിന്റെ കുറിച്ചാ പറയാനുള്ളത്. യെരൂശലേമിന്റെ ദർശനം ജാതികളുടെ അകത്തേക്ക് ഇറക്കാൻ താല്പര്യമില്ല. ഒന്നുകൂടി ഒരു വാക്കോടെ ഞാൻ ആത്മാവിൽ പറയാം. യോപ്പ എന്ന സ്ഥലത്ത് പത്രോസ് ഇരിക്കുമ്പോൾ, ഞാൻ പൗലോസിനെ വിട്ടിട്ട് പത്രോസിനെ ഒന്ന് പിടിക്കാൻ, യോപ്പയിൽ ഇരിക്കാൻ നേരത്ത് ഈ മനുഷ്യനെ ദൈവം സന്ദർശിക്കുവാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ഭാഗം? പതിവില്ലാത്തൊരു വിശപ്പ്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഉണ്ടോ പതിവില്ലാത്തൊരു വിശപ്പ്? ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വയറൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതി. ആമേൻ. പതിവില്ലാത്തൊരു വിശപ്പ് ആർക്കുണ്ടായി? പത്രോസിനുണ്ടായി. അയച്ചിട്ടുണ്ടോ ഭാഗം? ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവം കൊടുത്തൊരു വിശപ്പാ കേട്ടോ. അങ്ങനെ ഒരു വിശപ്പ് ഉണ്ടാകട്ടെ. ആമേൻ. വിശപ്പ് ആഹാരം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ മണം മേൽത്തട്ടിലേക്ക്, മേളിലിരിക്കുന്ന അപ്പർ റൂമിലേക്ക് വന്നു തുടങ്ങുന്നതിന് മുമ്പ് ആ വിശപ്പ് ഒരു അവശതയായിപ്പോയി. അവശതയല്ല, വിവശതയായിപ്പോയി. സോറി, എൻ്റെ വാക്ക് പഴിച്ചതാ. വിവശതയായിപ്പോയി, ഉറക്കമായിപ്പോയി.
ഹല്ലേലൂയ. ഉറക്കത്തിലൊരു ദർശനവും, ദർശനത്തിൽ ഹല്ലേലൂയ ദൈവം ഒരു തുപ്പട്ടി ഇറക്കി കൊടുത്തു. എല്ലാം ഉണ്ട് അതിനകത്ത്. ഭൂമിയിലെ സകല മൃഗങ്ങളും ദൈവം പറയാണ് ഹല്ലേലൂയ വിശപ്പുണ്ടല്ലോ, അറുത്തങ്ങ് ഭക്ഷിച്ചോ. അവിടെ നിന്ന് പറയാ, ഇല്ല ഞാൻ യഹൂദനാ. ഹല്ലേലൂയ. മീൻ പിടിച്ചോണ്ട് നടന്നവനാ. ആമേൻ. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഞാൻ യഹൂദനാണ്, എനിക്കിതിനെ എല്ലാം ഭക്ഷിക്കാൻ പറ്റുമോ? കർത്താവ് ചോദിച്ചു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അങ്ങനെ അശുദ്ധിയായിട്ടുണ്ട്? ദൂതൻ ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് കൊർന്നല്യോസിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം ദൂതന്മാർ പട്ടണവാതിക്കലെത്തി. ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ വീട്ടിനകത്ത് കൊടുത്ത ദർശനം കൊടുത്ത ദൂതൻ അതേപോലെ പത്രോസിന് പറയാം, നിന്നെ തിരക്കിയ ആള് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ പ്രവചിക്കുന്നു, ചില ഇൻവിറ്റേഷൻസുകളെ ദൈവം നൽകാൻ പോവുകയാ. മൂന്ന് ദൂതന്മാർ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കൊർന്നല്യോസിന്റെ ഭൃത്യന്മാർ പത്രോസിന്റെ അടുക്കൽ കയറി വരുന്നു. പത്രോസ് ഇവിടെ ഉണ്ടോ? യോപ്പയിലെ ആ മനുഷ്യന്റെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടോ എന്ന് പറയുന്നു. ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ആ രാത്രി അവിടെ കടന്നുറങ്ങുന്നു. മൂന്നാം ദിവസം യോപ്പയിൽ നിന്ന് കുറച്ച് സഹോദരങ്ങളുമായിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ, ഇത്തല്യ എന്ന് പറയുന്ന കൈസരിയിലെ ആ ജാതീയ യവന മനുഷ്യന്റെ ഭവനത്തിനകത്തേക്ക് ചെല്ലുന്നു. പത്രോസ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ, പത്രോസ് യോപ്പ വിട്ടപ്പോൾ കൊർന്നല്യോസിന് അവിടെ മനസ്സിലായി, കൊർന്നല്യോസ് ചെയ്ത ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കുള്ള ദൂത നന്നായിട്ട് പിടിച്ചോണം. ഹല്ലേലൂയ. കൊർന്നല്യോസ് ചെയ്ത ഒരു കാര്യമുണ്ട്, അടുത്ത സ്നേഹിതന്മാരെ വിളിച്ചു. എല്ലാ കുടുംബക്കാരെയും വിളിച്ച് ഹല്ലേലൂയ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുക. ഹല്ലേലൂയ. ഒരു ഒരു ശക്തനായ പ്രസംഗകൻ വരുന്നുണ്ട്. ജാതീയരായ സകലരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നു. പത്രോസും ആദ്യത്തെ പടി അകത്ത് കയറിയപ്പോൾ അന്തിച്ചു പോയി, കണ്ണ് തള്ളി എന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഇന്ന് വരെയുള്ള തൻ്റെ ഓഡിയൻസ് അല്ല തൻ്റെ മുമ്പിൽ ഇന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതെന്നോടൊക്കെ നിങ്ങൾ രൂപ പിടിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? ഓഡിയൻസ് മാറാൻ പോവാ. ഹല്ലേലൂയ. യഹൂദന്മാരുടെ കൂട്ടം കണ്ടിരുന്ന മനുഷ്യൻ അകത്തേക്ക് കയറിയപ്പോ കണ്ണ് തള്ളിപ്പോയി. ഹല്ലേലൂയ. ജാതികളുടെ ഒരു കൂട്ടം അതിനകത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോഴാണ് പത്രോസിന് ശരിക്കും കാര്യം മനസ്സിലായത്, ദുപ്പട്ടി എന്തിനാണ് ഇറക്കി തന്നെന്ന്. ഹല്ലേലൂയ. അകത്തോട്ട് കയറി. ഹല്ലേലൂയ. അബ്രഹാം മുതൽ ഒറ്റ പ്രസംഗത്തിനിടയിൽ ഒരു പകർച്ച, ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പത്രോസ് കണ്ടു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ജാതികളുടെ മേൽ ഒരു ആത്മപകർച്ച സംഭവിക്കാൻ പോവുകയാണ്. പ്രതീക്ഷിക്കാത്തത് ചിലത് നിന്റെ ലൈഫിൽ സംഭവിക്കത്തക്ക രീതിയിൽ നിർണായകമായ വിസിറ്റേഷൻ, ഡിവൈൻ കൺഫർമേഷൻസുകളെ ദൈവം നിനക്ക് തരും. ഒരാത്മപകർച്ച ആത്മക്കണ്ണുകൾ കൊണ്ട് ഞാൻ വെളിപ്പാടിൽ കാണുന്നു. ഹല്ലേലൂയ. ജാതികളുടെ മേൽ കത്തുന്ന തീ, ഹല്ലേലൂയ. തുറക്കട്ടെ. ഒരു ആത്മപകർച്ചയ്ക്ക്, ഒരു പിന്മഴയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. മുൻമഴ ഉണ്ടെങ്കിൽ പിന്മഴകളും ഉണ്ട്. ഹല്ലേലൂയ. ഈ പത്രോസ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ.
ഒരുപാട് തവണ കർത്താവിന്റെ ആത്മാവ് നിയോഗിച്ചിട്ടും നിയോഗത്തിനകത്ത് കേറാത്തവനെ അകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കുക. ഹല്ലേലൂയ. പ്രസംഗിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. കാരണം ഹല്ലേലൂയ ഒരു ശതാധിപനാണ് ഹല്ലേലൂയ ഈ മനുഷ്യൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒത്തിരി പട്ടാളക്കാര് തൻ്റെ കൂടെയുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ദൈവാത്മാവ് കൊണ്ടുവരട്ടെ. സമൂഹത്തിൽ ഉയർന്നവരെ ആത്മാവ് തൊടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊർന്നല്യോസ് ഹല്ലേലൂയ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെയെല്ലാം വിളിച്ചു കൂട്ടിയേക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ചില വ്യക്തമായ ഡയറക്റ്റ് എൻകൗണ്ടറുകൾ, ചില കൊർന്നല്യോസിനെ കർത്താവ് ഡയറക്റ്റ് എൻകൗണ്ടർ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ഡയറക്റ്റ് എൻകൗണ്ടറുകൾ. അതിലൂടെ ചിലത് വരും, ചിലത് കുടുംബമായി പറയും. ചില കുടുംബ പേരുകൾ എന്നെ പരിശുദ്ധാത്മ കേൾപ്പിക്കുന്നു, അത് കുടുംബമായി പറയും. നീ വന്നാലേ ചിലത് നടക്കുകയുള്ളൂ, നീ പോയാലേ ചിലത് നടക്കുകയുള്ളൂ. നിന്നിലൂടെ തന്നെ അത് ചെയ്യും. ഹല്ലേലൂയ. നീ ഒരു വെളിപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ എന്നിലൂടെ പണിയാൻ വെച്ച സഭ നിന്റെ പേരിലൂടെ പുറത്തിറക്കാനെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് നിവർത്തീകരിക്കുക. പത്രോസേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കൊർന്നല്യോസിന്റെ ഭവനം ആദ്യത്തെ ജാതികളുടെ ഉണർവായി മാറിയെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില കുടുംബങ്ങൾക്കകത്ത് ആത്മാവിന്റെ പകർച്ചയ്ക്കായി ദൈവം നിന്നെ ഉപയോഗിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹൃദയത്തിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ നീ ചിലതിനെ കയ്യിൽ പിടിക്കുമ്പോൾ, നീ ചിലതിനെ തൊടുമ്പോൾ അവരുടെ കുടുംബം മുഴുവൻ സമയം കളയരുത്. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു നഗ്നസത്യയോടെ ഞാൻ വിളിച്ചു പറയാം, പഴയ നിയമത്തിലെ പ്രോമിസ് ഹല്ലേലൂയ നിവർത്തീകരിക്കാൻ ദൈവം വെയിറ്റ് ചെയ്യും ഒരു മനുഷ്യന്. പുതിയ നിയമത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുത്തേണ്ട വ്യക്തികൾ ഈ ഭൂമിയിലുള്ളതുകൊണ്ട് ഹല്ലേലൂയ നീ മടിച്ചാൽ അത് അടുത്ത ആളിലേക്ക് പോകും. പത്രോസേ, നീ മടിച്ചാൽ പൗലോസിലൂടെ അത് പുറത്തു കൊണ്ടുവരും. യെരൂശലേമിലെ സഭയെ നീ മടിച്ചാൽ അന്ത്യോക്യ സഭയിലൂടെ അത് പുറത്തു കൊണ്ടുവരും. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുക. ഒരു നിമിഷം ദൈവശൻ എഴുന്നേറ്റ് ദൈവശൻ സമർപ്പിച്ചാട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടെന്നാ തോന്നുന്നത്. പത്രോസേ, നീ മടിച്ചാൽ, പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാ, മോശയ്ക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യും. കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. ആ ജനറേഷൻ കർത്താവ് വരാനുള്ള ജനറേഷനാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ഒരു കൂട്ടം ജനത്തിന്റെ രക്ഷയാണ് ദൈവത്തിന്റെ നീഡ്. നിനക്ക് വാഗ്ദത്തം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ നിന്നിലൂടെ തന്നെ അത് നിവർത്തീകരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ നീ മടിച്ചാൽ അടുത്ത സഭ, അടുത്ത വ്യക്തി നിയോഗിക്കപ്പെടും. സത്യത്തിൽ ഹല്ലേലൂയ ഈ നമ്മുടെ ഹല്ലേലൂയ ഇരുണ്ട രാജ്യങ്ങൾ, ഹല്ലേലൂയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടത് മറ്റൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ആ വ്യക്തി മടിച്ചപ്പോൾ ആ നിയോഗം റെയ്നാഡ് ബോങ്ക ഏറ്റെടുത്തു. മടിക്കരുത്. ഒരേ സമയം തിരുത്തുക, ഒരേ സമയം നിയോഗം നൽകുക, ഒരേ സമയം നിന്നെ തിരുത്തുകയും ഒരേ സമയം നിന്നെ നിയോഗിക്കുകയും ചെയ്യുക. ഇന്ന് പകല് ഒരു റീ അപ്പോയിൻമെന്റ് ദൈവം നൽകുക. ഹല്ലേലൂയ. ഡിവൈൻ അസൈൻമെന്റ് ഒന്ന് ദൈവം നിന്റെ മേലിടുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിശ്വാസത്തോടെ ഇടുകയാണ്. ഡിവൈൻ അസൈൻമെന്റുകൾ ദൈവം നൽകട്ടെ. ഹല്ലേലൂയ. ഇനിയും ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയാം. മഹാനിയോഗങ്ങൾ. മോശയെ ദൈവം നിയോഗിച്ചതുപോലെ, പത്രോസിനെ ദൈവം നിയോഗിച്ചതുപോലെ,
പൗലോസിനെ ദൈവം നിയോഗിച്ചതുപോലെ, ഫിലിപ്പോസിനെ ദൈവം നിയോഗിച്ചതുപോലെ ദൈവം നിന്നെ നിയോഗിക്കുക. ഓ ഞാൻ ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്നു, ഒരാത്മപകർച്ച സംഭവിക്കുന്നു. ആത്മപകർച്ചയുടെ പ്രത്യേകത, ആത്മപകർച്ചത കാണാൻ നിൽക്കുന്നവരെയും വലിച്ചടിപ്പിക്കുക. അത് ഹല്ലേലൂയ. യെരൂശലേമിൽ കാണാൻ വന്ന പെന്തക്കോസ്തിന്റെ പെരുന്നാൾ കാണാൻ വന്നവര് ഹല്ലേലൂയ ഒറ്റ പ്രസംഗം കൊണ്ട്, 3 മിനിറ്റിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് പിരിയുന്നതിന്റെ പിന്നിലെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, ദാഹിക്കുന്നവനെല്ലാം ദാഹിക്കുന്നവനൊക്കെ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ദാഹിക്കുന്നവന്റെ ഉള്ളത്തെ തുറന്നു കൊടുക്കുന്ന, ഉള്ളറകൾ തുറന്ന് ഒരു നദി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കർത്താവാണ് എൻ്റെ കർത്താവ്. ഇന്ന് പകരം ഞാൻ അതൂത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീ എത്രത്തോളം ദാഹിച്ചവനാണ്. പുതുതായി കടന്നു വന്നവരോട് പറയും, നിന്റെ ദാഹം വളരെയായിരുന്നു. ഹല്ലേലൂയ. വറ്റിപ്പോയ നിന്റെ അവസ്ഥയെ, വരണ്ടു പോയ നിന്റെ അവസ്ഥയെ കർത്താവ് ഒരു തോട് പോലെ, നദി പോലെ ആക്കാൻ പോകും. I prophesy in the name of Jesus. വരണ്ട നിന്നെ തളിർപ്പിക്കാൻ, വരണ്ട നിന്നെ തളിർപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. വരണ്ടു പോയ നിന്നെ തളിർപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. അടുത്തിരിക്കുന്ന ആ സഹോദരങ്ങൾ എന്ത് തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചോളൂ. വരണ്ടു പോയ നിങ്ങളെ ആത്മാവ് തളിർപ്പിക്കും. വരണ്ട നിന്നെ തളിർപ്പിക്കും. ഇത് ദൈവശബ്ദം കേട്ടോ. വരണ്ട നിന്നെ ദൈവം തളിർപ്പിക്കും. നീ പിടിച്ചോ, യേശുവിനെ കയറി മുറുകെ പിടിച്ചോ, ആ സ്നേഹത്തിനകത്തേക്ക് മുറുകെ പിടിച്ചോ. നിന്റെ എല്ലാ വരൾച്ചകളെയും കർത്താവ് പൊട്ടിക്കും. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, കൂടെ വേണം പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോട് മിണ്ടും എൻ കൂടെയിരിക്കും. ഓ എന്നോട് മിണ്ടും എൻ കൂടെയിരിക്കും. ഓ നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവ് സഹോദര നിന്റെ വീട്ടിൽ ഇന്ന് ഇറങ്ങുകയാണ്. അവൻ നിന്നെ ആശ്വസിപ്പിക്കും, അവൻ നിന്നെ എൻകറേജ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. ഒരു ജംഗ്ഷനകത്ത് നിൽക്കുന്നത് പോലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന നിന്റെ കാലിനെ നല്ല രീതിയിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു യേശുവിനെ ഇന്ന് രാവിലെ ഞങ്ങൾ നിനക്ക് തരിക. നല്ല പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് വചന വെളിപ്പാടുകൾക്കായി, ദൂതുകൾക്കായി, ഇന്നിവിടെ കടന്നു വന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടത് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവശബ്ദമാണ്. ഞങ്ങളുടെ ഭാവിയെ തിരിക്കുന്ന പരിശുദ്ധാത്മ ഞങ്ങളുടെ ഉള്ളിൽ വന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് സഹായിക്കും.
തുടർന്നുള്ള ശുശ്രൂഷയിൽ കൂടെ ഇരിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ